ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചായക്കടയിൽ നിന്നും അതുപോലെ തന്നെ ബജിക്കടയിൽ നിന്നും വാങ്ങുന്ന പുറം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് അതേ ടേസ്റ്റുള്ളത് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 2 വലിയ സവോള ആവശ്യമുണ്ട്. ഞാൻ അത്യാവശ്യം വലുതായത് കൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെ എടുക്കാം. ആദ്യം തന്നെ സവോള കനം കുറച്ചരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പം 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വെള്ളം ഊറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയോളം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കൂടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. ഏകദേശം 70 ഗ്രാം അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, എന്നാൽ തീരെ കട്ടിയായി പോകാനും പാടില്ല. അത്യാവശ്യം അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ വട ഒത്തിരി എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ നന്നായിട്ടിത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാനുള്ള എണ്ണ ചൂടാക്കാം. നമുക്ക് എണ്ണയായിട്ട് വെളിച്ചെണ്ണയോ പാം ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മുടെ ഈ വട ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് വട എങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കണം. കൈ നനച്ചിട്ട് നമ്മൾ ചെറിയൊരു ഭാഗം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് തീരെ കനം കുറച്ച് പരത്തരുത്, ചെറുതായിട്ടൊരു ഷേപ്പിലാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോരോ വടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീ കിടന്ന് സമയമെടുത്ത് വെന്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേകാതിരിക്കും. അതുകൊണ്ടാണ് നല്ല തീ കുറച്ച് തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എണ്ണ പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വടയുടെ ഏകദേശം ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിടുന്ന സമയത്ത് നമ്മുടെ ഈ വടകൾ തമ്മിൽ പരസ്പരം ഒട്ടിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടുത്തി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ അവസാനം കോരുന്ന സമയത്ത് എല്ലാം കൂടെ ഒറ്റ വടയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം ഞാനിവിടെ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പരസ്പരം ഒട്ടി നിൽക്കുന്ന ഭാഗം ഒന്ന് വിടുത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ വട ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വടയും ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും കൈയൊന്ന് നനച്ചതിന് ശേഷം മാത്രം എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വടയുടെ ഷേപ്പ് കിട്ടത്തുമില്ല, നമ്മുടെ കയ്യിലാകെ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ സെക്ഷനും വറുത്തെടുക്കുവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വട വറുത്തതിന് ശേഷം ഉടനെ കഴിക്കാനായിട്ട് എടുക്കരുത്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ വടയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേകാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ വടയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തോന്നും, ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.